വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ കൈൻഡ് ഓഫ് വ്ളോഗാണ്. സോ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അടുത്തോട്ട് പോവാണ്, ദുബായിലോട്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വരണത് 5 മണിക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത് 11 o'clock. അപ്പോൾ 11 o'clock ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വ്ളോഗ് എടുക്കേണ്ട കാര്യം ആലോചിച്ചത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ കൊച്ചി ടു അബുദാബിയാണ് പോണത്. പിന്നെ ഫസ്റ്റ് ടൈമാണ് അബുദാബിക്ക് പോണത്. പിന്നെ അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ ലെറ്റ്സ് സീ. അപ്പോൾ പാക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ മടി കാരണം തന്നെയാണ്. പിന്നെ നമ്മൾ വണ്ടി കയറി നമ്മൾ എന്നത്തെ പോലെ കിടന്ന് ഉറങ്ങി അങ്ങോട്ട്. പിന്നെ ഞാൻ കണ്ണുറക്കുമ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈം ഇങ്ങനെ ആയതുകൊണ്ടായിരുന്നു നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഗായ്സ്, ഇവിടെ സെക്യൂരിറ്റി ചെക്ക് സ്റ്റാർട്ടാക്കിയിട്ടില്ല. സോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മളാണെങ്കിൽ വെയിറ്റ് കൂടുന്നുള്ള ടെൻഷനിലാണ് ഗായ്സ്. ഉറക്കം വന്നിട്ട് വയ്യ. ഇത് നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഇപ്പം സമയം 1 മണി 1:30 ആയിട്ടുള്ളൂ തോന്നുന്നു. 1:15 ആയിട്ടുള്ളൂ. ഇനി 2 മണിക്കാണ് തുടങ്ങുള്ളൂ. അതുവരെ നമ്മളിവിടെ കട്ട മോസ്റ്റം. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത്ര നേരത്തെ വരുന്നത്. So guys, this is our luggage. This is 2 kutis. Kutis, say hi. Kutis. ഗായ്സ്, നമ്മുടെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് നമ്പറിലോട്ട് നടക്കുവാണ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സോ എക്സൈറ്റഡ്. നന്ദു അവിടെ മണിക്കൂറായിട്ട് എണ്ണിക്കൊണ്ടിരിക്കുക. 1 2 3 എന്ന് പറഞ്ഞിട്ട്. അമ്മ അമ്മയുടെ ഹസ്ബൻഡിനെ കാണാൻ പോവാണ്. അമ്മ എക്സൈറ്റഡ് ആണോ? ആർ യു എക്സൈറ്റഡ്? കപ്പിൾസ് നേരത്തെ പറയാ ഭയങ്കര എക്സൈറ്റഡ്. ആർ യു എക്സൈറ്റഡ്? യാ. സോ ഗായ്സ്, ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. നമുക്ക് ഫ്ലൈറ്റ് 5 മണിക്കാണ്. അതുവരെ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ നടക്കാം, നാരായണത്ത് ഭ്രാന്തൻ്റെ പോലെ. ഉറങ്ങണം എന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല ഗായ്സ്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കാരണം കുറേയൊക്കെ വീഡിയോസ് എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിപ്പോയി സ്റ്റോറേജ് ഇഷ്യൂ കാരണം. പിന്നെ കുറേയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് എൻ്റെ ഫോണിലൊക്കെ ചാർജൊക്കെ തീർന്നു. നമ്മൾ ചാർജിങ് പോയിൻറ്റിലായിരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ടൈമായി. ഏതാണ്ട് 2 or 3 hours നമ്മളവിടെ എയർപോർട്ടിൽ സ്പെൻഡാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഈ ടൈമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ കയറി കിടന്ന് ഉറങ്ങി. ഫുഡ് വന്നപ്പോഴാണ് പിന്നെ ഞാൻ അറിഞ്ഞത് തന്നെ. ഞാനിപ്പുറത്തും അവരപ്പുറത്തും ആയിരുന്നു. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ എയർ അറേബ്യ ആയിരുന്നു ഫ്ലൈറ്റ്. അടിപൊളി ഫുഡായിരുന്നു. സാധാരണ ഞാനങ്ങനെ ഫ്ലൈറ്റിലെ ഫുഡൊന്നും കഴിക്കലില്ല. എനിക്കത് പൊതുവേ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ വിശപ്പോണ്ടാണോ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടാണ് അറിഞ്ഞത്. അവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇനി 2 മാസം അടിച്ച് പൊളിക്കാൻ പോവാണ്. അതുപോലെ തന്നെ ചേച്ചിയുടെ അടുത്താണ് പോണത്, അച്ഛൻ്റെ അടുത്താണ് പോണത്. അതൊക്കെ ആലോചിച്ച് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോറി പറയാണ്. കാരണം നമ്മളിവിടെ എത്തിയിട്ട് 1 വീക്കായി. ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അത് ചെറിയ മടിയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പം ഇനി ഞാൻ എല്ലാ വീഡിയോസും അങ്ങനെ ഇടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ അച്ഛൻ ഫസ്റ്റ് ടൈം കാണുമ്പോൾ റിയാക്ഷനൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ചേച്ചിക്ക് ഞങ്ങളെ കൊണ്ടുവരാൻ വരാൻ പറ്റിയിട്ടില്ല. കാരണം അവൾക്ക് ലാസ്റ്റ് ബോർഡ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ നമ്മളാണ് പിക്ക് ചെയ്യാൻ പോയത് സ്കൂളിലോട്ട്.
അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ അവളുടെ സ്കൂളിലോട്ടാണ് പോയത്. അവൾ ഷാർജയിലാണ് പഠിക്കുന്നത്. അപ്പം അവൾ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. കുറേ നാളായി ഉണ്ണീനെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. എക്സാം കഴിഞ്ഞതിൻ്റെയും ഞങ്ങളെ കണ്ടതിൻ്റെയും ഒക്കെ കൂടെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ കൂടെ ഒരു ചേച്ചിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. സോ ആ ചേച്ചിയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. കാരണം നമ്മൾ നല്ല ടയേർഡാണ്, നമ്മൾ എയർപോർട്ടിൽ നിന്നാണ് വരുന്നത്. അതേപോലെ തന്നെ ചേച്ചി എക്സാം കഴിഞ്ഞതിൻ്റെ ക്ഷീണമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ മെക്ഡൊണാൾഡ്സിലേക്കാണ് പോയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തു. കുറച്ച് നേരം കിടന്നു അങ്ങനെ ഉറങ്ങി. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സെല്ലാം മാറി നമ്മൾ നേരെ വലിയച്ഛൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പം നമ്മളൊരു 2-3 years ആയിട്ട് നമ്മൾ ഈ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ ഈ ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റിൽ ജിമ്മും അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂളും ആൻഡ് ഇവരെല്ലാ വീക്കിലും വന്നിട്ട് ഇവർ നമ്മുടെ വീട് വൃത്തിയാക്കി തരും. അതേപോലെ തന്നെ നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഫുഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പുതിയ ഹോട്ടൽ അപ്പാർട്ട്മെൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. നമ്മൾ 2-3 years ആയിട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ പക്ഷേ ഫ്ലാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ ഒരു 2-3 monthsന് ഈ റൂം അടിപൊളിയാണ്. ഒരു റൂം ആൻഡ് ഹാൾ, കിച്ചൺ അത് അടിപൊളിയാണ്. അപ്പോൾ റൂം ടൂറൊക്കെ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ദുബായ് ട്രാവലിംഗ് വീഡിയോ. അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മൾ നേരെ വെലിച്ചൻ്റെ വീട്ടിലേക്ക് പോയി. ഒരു രാത്രിയൊക്കെ ആയപ്പം അവിടെ പോയിട്ട് നമ്മൾ പിള്ളേരെല്ലാം കൂടെ പ്ലാനാക്കി KFC വാങ്ങാനായിട്ട് പോയി. അപ്പം ഞാനും നന്ദും കണ്ണനും കൂടിയിട്ടാണ് വാങ്ങാൻ പോയത്. അപ്പം നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള KFCയിലോട്ടാണ് പോയത്. അങ്ങനെ നമ്മളത് വാങ്ങി നമ്മളത് കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ തന്നെ പോന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.